ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 10 സീറ്റുകളാണ് മത്സരിക്കുവാനുള്ളത്. അപ്പോൾ ഈ മധ്യ തിരുവിതാംകൂറിൽ നിങ്ങൾ ഇത്തവണ കരുത്ത് തെളിയിച്ച സ്ഥിതിക്ക് അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതല്ലേ? അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് പാർട്ടിയിലെ എന്ന് പറയുന്നത് പ്രമുഖരായ നേതാക്കന്മാരെ മുകളിലുണ്ട്. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഒരു മുന്നണിയുടെ ശക്തി എന്ന് പറയുന്നത് ആ മുന്നണിയുടെ ഘടക കക്ഷികളുടെ ശക്തിയാണ്. അപ്പം ഒരു കോൺഗ്രസ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ജോസ് കെ മാണി വിഭാഗം അങ്ങോട്ട് പോയപ്പം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 13 സീറ്റുകൾ കൊടുത്തു. നമ്മുടെ കുറ്റ്യാടി ഉൾപ്പെടെ അവിടെ എന്തോ ഒരു പ്രാദേശിക വിഷയം വന്നപ്പോഴത്തേക്ക് പ്രാദേശിക വിഷയം വന്ന അത് മാറ്റിയിട്ട് 12 സീറ്റുകൾ കൊടുത്തു. അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഘടക കക്ഷികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനകത്ത് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നതിൽ എന്താ പറയുക വിഷമതകളുണ്ട്. പല ഫാക്ടേഴ്സും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അത് 80 സീറ്റായിരിക്കുമോ 100 ആയിരിക്കുമോ എന്നുള്ളത് ആ മുന്നണിയുടെ നേതൃത്വത്തിൻ്റെ. ഈ 10 തന്നെ നിങ്ങളുടെ 10 കുറയ്ക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ശക്തി കുറയുന്ന മണ്ഡലങ്ങൾ എന്ന് വിലയിരുത്തലുണ്ട്. ശക്തി കുറഞ്ഞ നിങ്ങൾക്ക് മത്സരിച്ച് ജയിക്കുവാൻ കഴിയുന്നില്ല, തിരുവല്ലയിൽ മത്സരിച്ച് ജയിക്കുവാൻ കഴിയുന്നില്ല, കോതമംഗലത്ത് കഴിയുന്നില്ല. ഇതൊക്കെ ഒരു പ്രശ്നമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിൽ 93 സീറ്റ് ഞാൻ പറയുന്നത് 93 സീറ്റ് മത്സരിച്ച കോൺഗ്രസിന് 22 സീറ്റല്ലേ ജയിച്ചുള്ളൂ, ഏതാണ്ട് 20%. നമ്മൾ 10 സീറ്റ് മത്സരിച്ച് 2 പേര് ജയിച്ചു, 20%. അപ്പോൾ കോൺഗ്രസിനെ നിർത്തി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച സീറ്റ് വിട്ടുകൊടുത്ത് കേരള കോൺഗ്രസിന് കൊടുക്കണമെന്ന് പറയുമോ? അതൊക്കെ ഈ ഇലക്ഷൻ സമയത്തുള്ള കുറേ ആളുകളുടെ കുറേ നറേറ്റീവ്സ് മാത്രം കണ്ടാൽ മതി. 10 സീറ്റ് എന്നുള്ളത് കേരള കോൺഗ്രസ് മത്സരിച്ചിരിക്കും. അത് ഇന്ന് രാവിലെ മോഹൻ ജോസഫ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ചെയർമാനും അത് പറഞ്ഞിട്ടുണ്ട്. 10 സീറ്റ് എന്നുള്ളത് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട 10 സീറ്റുകളാണ്. 11 വേണമെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ നമ്മൾ പറയുന്ന ഇതിനകത്തൊരു ഇനിയൊരു എന്തു പറയുന്നത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആഗ്രഹമില്ല എന്ന് ഇന്ന് മോഹൻ ജോസഫ് പാർട്ടിയുടെ നേതാവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ചെയർമാൻ ഇത്തവണ മത്സരിക്കുമോ ഇല്ലയോ? അപ്പച്ചനോ? ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലല്ലോ. ഇന്ന് തൊടുപുഴയിലെ തൊടുപുഴ എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിന് മൊത്തം ഒരു മാതൃകയാണ്. PJ ജോസഫ് തൊടുപുഴയ്ക്ക് ചെയ്തതുപോലത്തെ ഒരു കാര്യം ഈ കേരളത്തിലെ ഒരു MLA പോലും ഒരു നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. അപ്പച്ചനെ കഴിഞ്ഞ 3 പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ റെക്കോർഡായിരുന്നു. 45,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഈ കഴിഞ്ഞ പ്രാവശ്യം അപ്പച്ചൻ മത്സരിച്ചപ്പം അപ്പച്ചൻ കോവിഡ് പിടിച്ചിട്ട് ട്രിവാൻഡ്രത്ത് SIT ഇവിടെ എന്താ പറയുന്നത് ഇവിടുത്തെ ICUവിൽ 1 മാസം കിടന്നതാണ്. എന്നിട്ടും ശക്തമായ ഇടത് തരംഗത്തിൽ വീട്ടിലിരുന്ന് അപ്പച്ചൻ ജയിച്ചതാണ് 22,000 23,000 വോട്ടിന്. PJ ജോസഫ് എന്ന് പറയുന്നത് തൊടുപുഴക്കാരുടെ ഹൃദയത്തിലുള്ളൊരു വ്യക്തിയാണ്. അപ്പച്ചൻ ഇനിയും ആരോഗ്യമുണ്ടെങ്കിൽ അപ്പച്ചൻ മത്സരിക്കും. തൊടുപുഴയിൽ നിന്നൊരു നല്ല മന്ത്രിയായിട്ട് വീണ്ടും തൊടുപുഴ വരും.